ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിഫെടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേവനാരായണൻ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഫുൾ കേട്ടിട്ടുണ്ടാകും ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം. അതായത് ഇപ്പോൾ ഫുൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇഷ്ടം പോലെയാണ് അതിൻ്റെ റിസൾട്ടുകൾ. അത് സെക്കൻഡ് ഇടപെട്ട് പുതിയ വീഡിയോസ് അതിനെപ്പറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം അറിയാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതായത് ഒരു അണ്ണാർക്കുട്ടനോ മൊയിലിൻകുട്ടനോ എന്തൊരു സംഭവം, അതായത് ജസ്റ്റ് ഒരു ടെലിഗ്രാം ബോട്ടാണ്. നമ്മൾ ആ ഒരു അണ്ണാർക്കുട്ടനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഗെയിംസിൽ നമുക്ക് കുറച്ച് പോയിന്റുകൾ കിട്ടും. എന്നിട്ട് അതൊരു അടുത്ത മാസം അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം ആകുമ്പോൾ ആ ഗെയിമിൽ കിട്ടിയിരിക്കുന്ന പോയിൻറ്റ്സിന് എത്രയാണോ അതിൻ്റെ ഈക്വൽ നമുക്ക് എത്രയെങ്കിലും എമൗണ്ട് കിട്ടും. ഇല്ലെങ്കിൽ അതിൻ്റെ വലിയ സ്കോറൊക്കെ ഉള്ള വലിയ ആൾക്കാർക്ക് എന്തെങ്കിലും വേറെ ഗിഫ്റ്റോ സ്പെഷ്യൽ ഗിഫ്റ്റ് അങ്ങനത്തെ കുറേ കിട്ടും. അതായത് നമുക്ക് ജസ്റ്റ് ഒരു പണി എടുക്കാണ്ട് കാശ് ഉണ്ടാക്കുക. ആ ഒരു ബേസിലാണ് ഈ ഗെയിം. ഒരു പണി എടുക്കലല്ല, നമ്മൾ ആൾക്കാർ എല്ലാവരും ഇതിൽ ജോയിൻ ചെയ്യാനുള്ള മെയിൻ കാരണം നമ്മൾ അങ്ങോട്ട് കാശൊന്നും കൊടുക്കുന്നില്ലല്ലോ, ഒന്നും അങ്ങോട്ട് കൊടുക്കണ്ടല്ലോ എന്നുള്ളതാണ്. പക്ഷേ എല്ലാവരും ഓർക്കുക, നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റോബോട്ട് ഉണ്ടാക്കലാണ്. അതായത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം. നമ്മൾ അത് കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് ഞെക്കേണ്ട കാര്യമില്ല. നമ്മുടെ റോബോട്ടും കൂട്ടാൻ ഇതൊക്കെ ചെയ്തോളും. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തിടുക. അപ്പോൾ നമ്മളിങ്ങനെ ഞെക്കുന്നതിന് പകരം നമ്മുടെ ഈ റോബോട്ട് ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക, അതായത് ഞെക്കിക്കൊണ്ടിരിക്കും. ജസ്റ്റ് സിമ്പിളൊരു ഗെയിമാണ്. അപ്പോൾ ഇത് അതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഈ വീഡിയോക്ക് നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് തന്നു എന്ന് നോക്കിയിട്ട് നമ്മളിതിൻ്റെ പാർട്ട് 2 വീഡിയോ നമ്മൾ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഈ ഗെയിം കളിക്കുന്ന റോബോട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പോകാൻ പറ്റേ വീഡിയോയിലോട്ട് പോകുമ്പോഴായിട്ട് ദിസ് വീഡിയോ ഇസ് ഓൺലി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ്. ഇതാരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ പ്രൊമോഷനോ ബാക്കി കാര്യങ്ങളൊന്നുമല്ല. ആരും നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഈ ഗെയിം പോയി കളിക്കണമെന്നോ ഇങ്ങനത്തെ സംഭവം ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ ഗെയിമിൽ ജോയിൻ ചെയ്യണമെന്നോ ഒന്നുമല്ല. നമുക്ക് ആ ഗെയിം റിയൽ ആണോ ഫേക്ക് ആണോ എന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട് നമ്മുടെ റോബോട്ടിക്സ് ചാനലായതുകൊണ്ട് നമ്മൾ അതിനൊരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഇതൊരിക്കലും ആ ഗെയിമിൻ്റെ പ്രൊമോഷനല്ല. അത് ഈ നമ്മുടെ വീഡിയോ കണ്ട് ആരെങ്കിലും ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ച് എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞാലോ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദികളായിരിക്കുന്നതല്ല. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള ഇപ്പം ഒക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഗെയിം. ഇതിപ്പോൾ ഇങ്ങനെ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ പോയിൻറ്റ്സ് ആയിട്ട് മുകളിലേക്ക് പോകണം. അതായത് വയറ്റത്തടിച്ച് കാശ് ഉണ്ടാക്കലാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അതിൻ്റെ മേത്തൊക്കെ എടുത്ത് ഇങ്ങനെ ഇട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ പോയിൻറ്റ്സ് മുകളിലേക്ക് പോകും. അതാണ് ആ ഗെയിമിലത്തെ കോയിൻസ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന ഫോണിൽ ടച്ചൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഫോൺ വർക്ക് ചെയ്യുന്ന പോലെ ആ റോബോട്ട് ടച്ച് ചെയ്യുമ്പോഴും ഫോൺ വർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് ആദ്യമായിട്ട് എടുത്തേക്കുന്നത് ഇതുപോലത്തെ ഇയർബഡ്സ് ആണ്. നമ്മുടെ പണ്ടത്തെ സ്റ്റൈലിസ്മെൻ്റെ വീഡിയോ കണ്ട ഒരു ഓർമ്മയുണ്ടാവും. നമ്മൾ ഇയർബഡ് വെച്ചിട്ടാണ് നമ്മൾ തൊടുന്ന രീതിക്കൊരു ഫീല് നമ്മൾ ഫോണിലുണ്ടാക്കി കൊടുക്കുന്നത്. ഞാൻ ഫോണിൻ്റെ ടച്ചിൻ്റെ സെറ്റപ്പ് ചെറിയ രീതിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിലെ കിടക്കേമേ കുറേ പപ്പടം നിരത്തി വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കുക. നിങ്ങൾ നേരെ കിടക്കേം എടുത്ത് ചാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പടം മൊത്തം പൊട്ടും. അപ്പം കിടക്കയ്ക്ക് മനസ്സിലായി ഇങ്ങനെ അവിടെ ചാടിയുണ്ടെന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനുമ്പോൾ കുറേ ചാർജസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ തൊടുമ്പോൾ ആ ചാർജസ് ചേഞ്ച് ആവും. അപ്പോൾ ഫോണിന് മനസ്സിലാവും ഇങ്ങനെ അവിടെ ടച്ച് ചെയ്തു എന്ന്. അങ്ങനെയാണ് ഏറ്റവും സിമ്പിൾ രീതിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെയൊക്കെ ടച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് നമ്മളവിടെ തൊടുന്നൊരു ഫീൽ, ആ ഒരു കണ്ടക്റ്റീവ് ഫീൽ അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇയർബഡ് വെറുതെ തൊട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. നമ്മൾ കുറച്ച് നനച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് ഇയർബഡ് അത്യാവശ്യം നനച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ടച്ച് ചെയ്ത് നോക്കാം. സ്ക്രീനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വീഡിയോ ലൈക്ക് ചെയ്ത ആരെങ്കിലും ഇപ്പം തന്നെ വീഡിയോ ലൈക്കും ചെയ്തൊക്കെ ഷെയറും ചെയ്തേക്കാം. ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല, കാരണം ഒരു ഹ്യൂമൻ ടച്ച് ചെയ്യുന്ന പോലത്തെ ഫീല് സിമുലേറ്റ് ചെയ്യാൻ ഈ ഒരു സംഭവത്തിന് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു ഐഡിയ ചെയ്തേക്കാം. നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു വയറിൻ്റെ കഷ്ണം എടുത്തിട്ട് അത് കുറച്ചധികം സ്ട്രിപ്പ് ചെയ്തെടുക്കലാണ്. കാരണം വയറും ഒരു കണ്ടക്ടറാണ്. അപ്പോൾ നമ്മൾ വയർ നന്നായിട്ടൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ വയർ അടിപൊളിയായിട്ട് നമ്മൾ സ്ട്രിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ എടുത്ത ഇയർബഡിൽ ഈ വയറൊന്ന് അടിപൊളിയായിട്ട് ചുറ്റി കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ചുറ്റണം, കാരണം ഈ സെർവോ മോട്ടോർമയൊക്കെ വയ്ക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം നല്ല രീതിക്ക് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. പിന്നെ ഇതൊന്നും ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഗ്ലൗസ് ഒന്നും ഇടണമെന്നില്ല കേട്ടോ. ഞാനിതിപ്പോൾ ഗ്ലൗസ് ഇട്ടേക്കുന്നത് ഞാൻ നഖം കടിച്ച് ആകെ കുളമായി കിടക്കാണ് കൈ. അപ്പോൾ ആ ഒരു വൃത്തിയത് കാണണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഗ്ലൗസ് ഇട്ടത്. അപ്പോൾ അതേ സംഭവം നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ചെറിയൊരു ടേപ്പ് കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് എത്ര അനങ്ങിയാലും ദൂരം പോകത്തില്ല സംഭവം. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രാവശ്യം പോലും ഞെക്കുമ്പോൾ ആ ഒരു ടച്ച് അവിടെ വരാണ്ടാവരുത്. അപ്പോൾ കുറച്ചുകൂടി സെറ്റപ്പ് ആക്കാൻ നമ്മൾ നേരത്തെ ആ ഒരു ചുരുട്ടി വെച്ച വയറിൻ്റെ അറ്റത്ത് ഇതേപോലത്തെ ഒരു ജമ്പർ വയർ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു സംഭവം നമ്മൾ ഫോണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ശരിക്കും എങ്ങനെയാണോ സ്റ്റൈലിഷ് പെൻ വെച്ച് നമ്മൾ എഴുതുന്നത് അതേപോലെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. സംഭവം അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ നമ്മുടെ കൈമൊന്നും തൊണ്ടെന്നേ ഒരു നിർബന്ധമില്ല. സംഭവം ഇപ്പം ഞാൻ തൊട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ഇതേപോലെ വർക്കാവില്ല. പക്ഷേ നമ്മൾ റോബോട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ റോബോട്ട് എപ്പോൾ തൊട്ടാലും അവിടെ ഒരു പോയിന്റ് കിട്ടണം. അതുകൊണ്ട് കുറച്ചുകൂടി പെർഫെക്റ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു സെറ്റപ്പ് ചെയ്യാം.
അതിന് മുമ്പായിട്ട് ഇതേപോലത്തെ ഒരു ബേസ് എടുക്കുക. ജസ്റ്റ് ഒരു ഇപ്പോൾ പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അവിടെ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് സെർവോ മോട്ടറാണ്. അതായത് ഈ ഒരു സംഭവത്തിനെ തൊടാനും മുകളിലേക്ക് ആക്കാനും ഒരു മോട്ടർ വേണം. ഇതിന് 3 വയറുണ്ട്. നോർമൽ മോട്ടറിനാകെ 2 വയർ ഉണ്ടാവുന്നുള്ളൂ. ഈ ഒരു മോട്ടറിന് 3 വയർ ഉണ്ടാവാൻ കാരണം ഇതിൽ ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് അടി പോവാൻ മുകളിലേക്ക് ഒരു അടി പോവാൻ മുകളിലേക്ക് അങ്ങനെ തൊട്ടുകൊണ്ടിരിക്കാൻ ഒരു ആംഗിൾ സെറ്റ് ചെയ്യാൻ പറ്റും. ഫുൾ 360 ഡിഗ്രി ഇങ്ങനെ എടുത്തും കറങ്ങലല്ല. ഇതിൻ്റെ ഒപ്പം കിട്ടുന്നൊരു സംഭവമാണ്. ഇതുമ്പോൾ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുകൂടി എടുക്കുക. നൈസായിട്ട് സംഭവം നമ്മൾ സെർവോമ ഫിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റൈലസ് പെൻ പോലത്തെ സംഭവം ഇതേപോലെ സെർവോമ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അധികം പശയൊന്നും വെക്കണ്ട. ഇത് അധികം വെയിറ്റ് ഇല്ലാത്തൊരു സാധനമാണ്. അപ്പോൾ നൈസായിട്ട് ചെറിയ രീതിക്ക് വെച്ചാൽ മതി. പിന്നെ അറ്റത്ത് പഞ്ഞിയുള്ളതുകൊണ്ട് നല്ല രീതിക്ക് അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഈ സെർവോ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് സെർവോ വയ്ക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കാം. നമ്മൾ ആ ഒരു പ്ലാസ്റ്റിക് ബോക്സിൽ ആദ്യം കുറച്ച് ഗ്ലൂ ഒഴിച്ചു. എന്നിട്ട് ഒരു ബേസ് വയ്ക്കാൻ പോവാണ്. ഇപ്പോൾ പഴയ ഇവിടെ കിടന്ന ഒരു 4 വോൾട്ട് ബാറ്ററിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം എടുക്കാം കേട്ടോ. ഇനി നല്ല 4 വോൾട്ടിൻ്റെ ബാറ്ററി എടുത്തു കഴിഞ്ഞാൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ആഡിനോ പവർ അപ്പ് ചെയ്യാനും പറ്റും. ചെറിയൊരു വോൾട്ടേജ് ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സെർവോ ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലൂ തേക്കുക. എന്നിട്ട് നേരെ നമ്മുടെ സെർവോ മോട്ടർ അവിടെ കയറ്റി വയ്ക്കുക. ഇതിൻ്റെ സൈഡിലാണ് നമ്മൾ ഫോൺ വയ്ക്കാൻ പോകുന്നത്, ആ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അവിടെ കറക്റ്റ് സ്ഥലമായിട്ട് വരുന്നത് നമ്മുടെ ഫോൺ പ്ലേസ് ചെയ്ത് നമുക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെർവോ മോട്ടറിൻ്റെ കണക്ഷനാണ്. 3 വയറാണ് വരുന്നത്. റെഡ് കളർ വയറുള്ളത് 5 വോൾട്ട് എന്ന് എഴുതിയ പിന്നിലേക്ക് കൊടുക്കുക. ബ്ലാക്ക് കളർ വയറുള്ളത് GND നെഗറ്റീവ് എന്നുള്ള പിന്നിലേക്ക് കൊടുക്കാം. ഇവിടെ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ കളറ് പിന്ന് വന്നു കഴിഞ്ഞാൽ അത് സിഗ്നൽ പിന്നിൽ കൊടുക്കണം. ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം പോലെ സിഗ്നൽ പിൻ 9ലേക്ക് VCC 5 വോൾട്ട് ബ്ലാക്ക് GND. ആ സെയിം പിന്നിലേക്ക് നമുക്ക് ആർഡിനോന് കണക്ട് ചെയ്യാം. നമ്മൾ VCC കണക്ട് ചെയ്തു, GND കണക്ട് ചെയ്തു, നമ്മുടെ സിഗ്നൽ പിന്നും കണക്ട് ചെയ്തു. സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോർഡ്. ഈ ഒരു ബോർഡിലാണ് നമ്മൾ പ്രോഗ്രാം ചെയ്തെടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മളിത് ഒരു വയറും കൂടി എടുത്തിട്ടുണ്ട്. അതായത് ആ ഒരു ടച്ച് അവിടെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഈ ബോർഡിൽ എവിടെയെങ്കിലും ഉള്ളൊരു GND എന്ന് എഴുതിയ പിന്നിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. സംഭവമൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളെ ഫോണിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ ഇപ്പോൾ പവർ കൊടുത്താൽ പറ്റില്ല. ഇനി കോഡ് കൂടി ചെയ്യണം. ഇതിൻ്റെ ഹാർഡ്വെയർ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ സോഫ്റ്റ്വെയർ പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൽ കുത്താം. നമ്മൾ ഈ സംഭവം കമ്പ്യൂട്ടറിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പവർ ലൈറ്റ് എത്തും. എന്നിട്ട് ആർഡിനോ IDE എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, കാശൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നമ്മളിവിടെ കോഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമ്മുടെ ബോർഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ടൂൾസിൽ പോയിട്ട് ബോർഡ് കറക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡ് ആർഡിനോ യൂനോ ആണ്. നിങ്ങൾക്ക് ആർഡിനോ യൂനോ നാനോമേഗ ഏത് വേണമെങ്കിൽ വെച്ച് ചെയ്യാൻ പറ്റും. അതിനുശേഷം പോർട്ട് എന്നുള്ള സ്ഥലത്ത് ആ പോർട്ട് സെലക്ട് ചെയ്യുക. നമ്മൾ USB കുത്തുമ്പോൾ അവിടെ വരുന്ന പോർട്ടായിരിക്കണം ആർഡിനോൻ്റെ പോർട്ട്. ഞാൻ ജസ്റ്റ് കോഡൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മൾ ലൈബ്രറി ആഡ് ചെയ്തേക്കാണ്, നമ്മുടെ സെർവോൻ്റെ ലൈബ്രറി. ജസ്റ്റ് ഒരു പെട്ടിക്കട പോലത്തെ സാധനം ഞെക്കിയിട്ട് സെർവോ ഒന്ന് സെർച്ച് ചെയ്താൽ ലൈബ്രറി കിട്ടും. ആ ലൈബ്രറി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ സെർവോന് എന്തെങ്കിലും പേര് കൊടുക്കുക. കുട്ടപ്പനോ എന്തെങ്കിലും അലുവാന്നോ ജിലേബിന്നോ എന്ത് വേണേൽ പേര് എനിക്ക് കൊടുക്കാം. പിന്നെ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ ഏത് പിന്നിലേക്കാണ് സെർവോ കണക്ട് ചെയ്തതെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. ആ സെർവോ 1 എന്നുള്ള സെർവോ നമ്മൾ പേരിട്ടേക്കുന്നതാണ്. എന്തോ കുട്ടപ്പനോ ലോറപ്പനോ ശശിന്നോ എന്ത് വേണമെങ്കിൽ നമുക്ക് പേരിടാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വോയിഡ് ലൂപ്പ്, അതായത് റിപ്പീറ്റ് ആയിട്ട് റൺ ചെയ്യുന്ന കോഡ്. നമ്മൾ ആദ്യം തന്നെ റൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 90 ഡിഗ്രിയിലേക്ക് പോവുക. 100 മില്ലി സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് 120 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ 120 ഡിഗ്രിയിലേക്ക് പോവുക. 100 മില്ലി സെക്കൻഡ്. അതായത് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ നേരെ വരും, 120 അടിയിലേക്ക് പോകും. അങ്ങനെയാണ് ആ ഒരു ഫോണിലൊക്കെ ആ സാധനം ടച്ച് ആവുന്നത്. അതിനുശേഷം ആ ടിക്ക് മാർക്കൊക്കെ വെരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഡിൽ എറേഴ്സ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരും. എററൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ അപ്പുറത്തുള്ള ഒരു ആരോ ബട്ടൺ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആർഡിനോ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ആവും. അപ്ലോഡ് ചെയ്യുമ്പോൾ ആർഡിനോ ബോർഡ് കുത്തി തന്നെ വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അപ്ലോഡ് എറർ വരും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ കോഡിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്തിട്ട് ഇവിടുത്തെ ആംഗിൾ മാറ്റാൻ പറ്റും. ഇല്ലെങ്കിൽ ആ അറ്റത്ത് നമ്മൾ കണക്ട് ചെയ്ത പോർഷൻ ഊരി എടുത്തൊന്നുകൂടി വെച്ചിട്ട് നമുക്ക് ആ ആംഗിൾ മാറ്റാൻ പറ്റും. ഇനി വേറൊരു ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റിൽ എത്ര പ്രാവശ്യം ക്ലിക്ക് നമ്മുടെ ഫോണിൽ വന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. അവിടെ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ കോടി കാണിച്ചിട്ടുണ്ടായി. അത് 100 മില്ലി സെക്കൻഡാണ് കൊടുത്തേക്കുന്നത്. 100 എഴുതിയേക്കണം മില്ലി സെക്കൻഡാണ്. അതിപ്പോൾ 1 സെക്കൻഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡിൽ അത്ര പ്രാവശ്യം ഞെക്കുള്ളൂ. അങ്ങനെ നമുക്ക് 1 സെക്കൻഡിൽ എത്ര പ്രാവശ്യം ക്ലിക്ക് ചെയ്യണം നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കോഡിൽ മാറ്റം വരുത്താണ്ട് അറ്റത്തുള്ള പോർഷൻ ഒന്ന് ഊരി വെച്ചു. ഈ പക്ക സെറ്റായിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ചെറിയ രീതിക്ക് കോഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ആംഗിൾ മാത്രമാണ് മാറ്റിയേക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വൈറ്റത്തടിച്ച് പുള്ളിക്കാരൻ കോയിൻ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പവർ ചെയ്യാം. ജസ്റ്റ് നമ്മൾ ലാപ്ടോപ്പിൽ കുത്തി ചെയ്ത് ഒരു കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്കിത് വേണമെങ്കിൽ 9 വോൾട്ട് ബാറ്ററി വെച്ച് പവർ അപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇതൊരു പവർ ബാങ്ക് വെച്ച് പവർ അപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കറണ്ടിൽ നമ്മുടെ ഫോണിൻ്റെ അഡാപ്റ്റർ കൊടുത്താലും മതി. ജസ്റ്റ് ഇല്ലെങ്കിൽ വോൾട്ടേജ് കിട്ടണമെന്നുള്ളൂ. നമ്മൾ പവർ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. സംഭവം സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹാംസ്റ്റർ റൂട്ടൻ്റെ വൈറ്റത്തടിച്ച് പുള്ളിക്കാരൻ കോയിൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മിഷൻ എന്നുള്ളത് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് പോകാൻ പാടുള്ളൂ. സംഭവം നമ്മൾ കുറേ നാൾ കൂടി ഇട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ ട്രെൻഡിങ് ടോപ്പിക്കുകൾ വെച്ചിട്ട് ഇനിയും ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ഇടുന്നതായിരിക്കും. എന്തായാലും അടിപൊളിയായിട്ട് ഈ സംഭവം വയറ്റത്തടിച്ച് കാശ് ഉണ്ടാക്കുന്നുണ്ട്. രാത്രിയോ പകലോ ഒരു ഇടവേളയില്ല, ഇതിങ്ങനെ വയറ്റത്തടിച്ച് കാശ് ഉണ്ടാക്കോളും. സംഭവം നമുക്ക് സുഖം. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പാർട്ട് 1 വീഡിയോ ആണ്. പാർട്ട് 2 വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ എല്ലാ കമൻറ്റ്സും എന്താണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനി വീഡിയോ എങ്ങനത്തെ ടൈപ്പ് വീഡിയോ വേണം എല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ ഇന്നത്തെ വീഡിയോയിന് എന്തെങ്കിലും ക്വാളിറ്റിയുടെ പ്രശ്നമോ സൗണ്ടിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എനിക്ക് തലവേദനയും പനി ഛർദിയൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഓടി വന്നിട്ടാണ് ഈ എടുക്കുന്നത്. ഈ കാണുന്ന എനർജി ഇപ്പോഴും ഉള്ളൂ. ഈ ഫോൺ ഓഫ് ചെയ്ത് വെച്ചതൊന്നുമില്ല, കിടക്കെ പോയി കിടക്കും. സോ ട്രെൻഡിങ് ടോപ്പിക് ആയതുകൊണ്ട് 2-3 ദിവസമായി ട്രെൻഡിങ് ടോപ്പിക്ക് പിടിച്ച് ചെയ്യുന്നു. ബട്ട് ഇപ്പോഴാണെന്ന് എണീറ്റേക്കാനുള്ള ഒരു ഇത് വന്നത്, അതാണ് ഇപ്പോൾ ചെയ്തത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസൊക്കെ വരും. നിങ്ങളെന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് മാത്രമായിട്ട് എടുക്കുക. ആരും ഇത് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കാനൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് ഇത് സ്പാം ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉത്തരവാദികളായിരിക്കുന്നതല്ല. ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിട്ട് കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഇതുപോലത്തെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അതുകൊണ്ട് റീച്ച് കുറഞ്ഞ് കിടക്കുകയാണ്. സോ നിങ്ങൾ മാക്സിമം വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റ സ്റ്റോറിയൊക്കെ ഇടുക. പിന്നെ ഇൻസ്റ്റ സ്റ്റോറി ഇടുകയാണെങ്കിൽ നമ്മൾ മെൻഷൻ കൂടി ചെയ്തേക്കുക. ഡീഫൈറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനുള്ള, ഇതിൽ നല്ല അടിപൊളി കിണ്ണങ്കാച്ചി ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആയിട്ട് കാണുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ.